ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഉത്തമഗീതം എന്ന പുസ്തകത്തെ ആസ്പദമാക്കിയുള്ള ചില പ്രസംഗങ്ങളാണ് കഴിഞ്ഞ ചില അവസരങ്ങളിലായി നാം ചെയ്തുകൊണ്ടിരുന്നത്. ഉത്തമഗീതം ഒരു മിസ്റ്റിക് കാവ്യമാണ് എന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾ പക്ഷേ ഓർക്കുമായിരിക്കും. എന്താണ് മിസ്റ്റിസം എന്നൊന്നും ഇവിടെ വിശദീകരിക്കേണ്ട സമയമല്ല. സിംബോളിക് ആണെന്ന് പറയും, പ്രതീകാത്മകമാണെന്ന് പറയും. ദൈവവും മനുഷ്യനും തമ്മിലുള്ളതായ ബന്ധമാണ് കവിതയുടെ വിഷയം. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം, ദൈവത്തെ പരമാത്മാവായിട്ടും മനുഷ്യനെ ജീവാത്മാവായിട്ടും കാണുന്നു. പരമാത്മാവും ജീവാത്മാവും തമ്മിലുള്ള ബന്ധം. ഉത്തമഗീതം ഞാൻ പറഞ്ഞല്ലോ, ഒരു മിസ്റ്റിക് കാവ്യമാണ്. ഇതുപോലുള്ള കാവ്യമാണ് ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ ചില ഭാഗങ്ങൾ ഒഴികെയുള്ള ഭാഗങ്ങളെല്ലാം ഉള്ള മനോഹരമായ കവിതയാണ്. ഈ സുറിയാനി കൂടുതൽ ഭാഷ പഠിക്കുന്നവർക്ക് ഈ ഇയ്യോബിൻ്റെ പുസ്തകം പഠിക്കാനുണ്ട്. സുറിയാനി BA ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ ഇയ്യോബിൻ്റെ പുസ്തകം പഠിക്കും. ഇയ്യോബിൻ്റെ പുസ്തകം മനോഹരമായ ഒരു നല്ല കാവ്യമാണ്, വളരെ സുന്ദരമായ കാവ്യമാണ്, സാഹിത്യ ഗ്രന്ഥമാണ്. ഇതിനകത്ത് നോവലുകളുണ്ട് വേദപുസ്തകത്തിൽ. രൂത്തിൻ്റെ പുസ്തകവും എസ്തേറിൻ്റെ പുസ്തകവും നോവലാണ്, കഥാപുസ്തകം, മനോഹരമായ കഥകളാണ്. ഇതിൽ ഈ സംഗീതങ്ങൾ അല്ലെങ്കിൽ ഗീതങ്ങളുണ്ട്, അതാണ് സങ്കീർത്തന പുസ്തകം. സദൃശവാക്യവും ഏതാണ്ട് ആ കീർത്തന ഗ്രന്ഥങ്ങളിൽ പെട്ടുപോകും. ഈ വേദപുസ്തകത്തിൽ ഇങ്ങനെ പലതരത്തിലുള്ളതായ ഗ്രന്ഥങ്ങളുള്ള ഈ വേദപുസ്തകത്തിൽ ആകെ ഒറ്റയ്ക്കൊരു വിഷയമേ ഉള്ളൂ. ഈ 66 പുസ്തകത്തിലും ഒരു വിഷയം, അത് ക്രിസ്തു എന്നുള്ളത് മാത്രമാണ്, യേശുക്രിസ്തു. പഴയ നിയമത്തിൽ യേശുക്രിസ്തുവിനെ നാം നിഴലായി കാണുന്നു, പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിനെ പൊരുളായി കാണുന്നു. എന്ന് പറഞ്ഞാൽ സിംബോളിക്കായിട്ട് പഴയ നിയമത്തിൽ കാണുന്നു, സജീവമായി വസ്തുനിഷ്ഠമായി യേശുക്രിസ്തുവിനെ പുതിയ നിയമത്തിൽ കാണുന്നു. വളരെ മനോഹരമാണ് ഈ പുസ്തകം. വേദപുസ്തകത്തിലെ 66 പുസ്തകങ്ങളിൽ 39 പുസ്തകം പഴയ നിയമത്തിലും 27 പുസ്തകം പുതിയ നിയമത്തിലുണ്ട്. ഈ 39 പുസ്തകത്തിൽ നാം വായിച്ചു വരുമ്പോൾ കാണാം, യെശയ്യാ പ്രവചനം അത് ക്രിസ്തുവിനെക്കുറിച്ച് മാത്രം പറയുന്ന ഒരു പ്രവചനമാണ്. യെശയ്യാ പ്രവചനം 53 അധ്യായം പ്രത്യേകിച്ചും ക്രിസ്തുവിനെക്കുറിച്ച് മാത്രം പറയുന്നു. അവൻ്റെ അടിപ്പണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു, സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു, അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങളിൽ നിന്നും തകർന്നിരിക്കുന്നു, നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. യേശു ക്രിസ്തു ജനിക്കുന്നതിന് 750 കൊല്ലം മുമ്പാണ് യെശയ്യാ പ്രവചനം പ്രവചിച്ചത്. അന്നേ പ്രവാചകൻ യേശു ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവം കണ്ടു. യെശയ്യാ പ്രവാചകൻ അന്ന് തന്നെ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശാരോഹണം കണ്ടു, അന്ന് തന്നെ യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് കണ്ടു, അന്ന് തന്നെ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് കണ്ടു. ഇതെല്ലാം യെശയ്യാ പ്രവചനം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഇത്രയും വിസ്തരിച്ച് പറയാൻ കാരണം, നമുക്ക് പഠിക്കാൻ ഉതകുന്ന ഒരു മനോഹരമായ ഗ്രന്ഥമാണ് ഈ വിശുദ്ധ ബൈബിൾ, ഹോളി ബൈബിൾ. വെറുതെ ഓടിച്ച് വായിച്ചു പോവുകയല്ല, പഠിക്കാനുണ്ട് ഇതിനകത്ത്. അത് പഠിക്കുന്നത് തന്നെ നമുക്ക് വലിയൊരു ശക്തിയും പ്രചോദനവുമായിരിക്കും. ഏറ്റവും വലിയ കാര്യം, നമ്മുടെ മനസ്സ് തളർന്നിരിക്കുമ്പോൾ, നമ്മുടെ മനസ്സ് വാടിയിരിക്കുമ്പോൾ ഈ പുസ്തകം എടുത്ത് വായിക്കുന്ന സമയത്ത് നമുക്ക് വലിയൊരു ആശ്വാസം ലഭിക്കും, നമുക്ക് സാന്ത്വനം ലഭിക്കും. നമ്മെ ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ കരസ്പർശം നമുക്ക് ലഭിക്കും. പരിശുദ്ധാത്മാവ് നമ്മെ തലോട്ട് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അതൊരു ഭാഗ്യാനുഭവമാണ്. ഒരു പോംവഴിയും കാണാതെ മനസ്സ് ഉഷ്ണിച്ചിരിക്കുമ്പോൾ പ്രശ്നങ്ങൾ, സങ്കീർണമായ പ്രശ്നങ്ങൾ നമ്മെ വലയം ചെയ്യുമ്പോൾ ആ പ്രശ്നങ്ങളുടെ നടുക്ക് സാന്ത്വനവും ആശ്വാസവും പകരുന്നതായി നമുക്ക് ഈ വേദപുസ്തകം വായിക്കുമ്പോൾ നമുക്ക് അനുഭവമായി തീരും. പ്രത്യേകിച്ചും മനസ്സ് പതറിയിരിക്കുന്നവർക്ക് വായിക്കാൻ പറ്റിയ ഒരു വലിയ നല്ല ഭാഗമാണ് 27-ാം സങ്കീർത്തനം. യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവൻ്റെ ബലം, ഞാൻ ആരെ പേടിക്കും? എൻ്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എൻ്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ ഇടറി വീഴും.
ഒരു സൈന്യം എൻ്റെ നേരെ വള ഇറങ്ങിയാൽ എൻ്റെ ഹൃദയം നിർഭയമായിരിക്കും. ഈ യുദ്ധം നേരിട്ടാൽ ഞാൻ പേടിക്കുകയില്ല. അത് പറഞ്ഞു വന്ന് പിന്നെ പറയും, ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, ഒറ്റയ്ക്കൊരു കാര്യം. ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. അനർത്ഥ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും. തിരുനിവാസത്തിൻ്റെ മറവിൽ എന്നെ മറയ്ക്കും. പാറമേലിനെ ഉയർത്തും. ഇപ്പോൾ എൻ്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേൽ എൻ്റെ തല ഉയരും. ഞാൻ അവൻ്റെ കൂടാരത്തിൽ ജയഘോഷയാഗങ്ങൾ അർപ്പിക്കും. ഞാൻ യഹോവയ്ക്ക് പാടിക്കീർത്തനം ചെയ്യും. ഈ 27 സങ്കീർത്തനം ഓരോ വാക്കും വായിച്ചു വരുമ്പോൾ നാം മനസ്സിനൊരു കുളിർമ കിട്ടുന്നതൊക്കെ അനുഭവിക്കാൻ സാധിക്കും. ഒരു മനസ്സിരുത്തി വായിക്കുമ്പോൾ 27 സങ്കീർത്തനത്തിൻ്റെ അവസാന ഭാഗം നമുക്ക് പലർക്കും കാണാൻ അറിയാവുന്നതാണ്. ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക. നിൻ്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, അത് യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക. മനസ്സ് പതറുമ്പോൾ, ഭാരപ്പെട്ടിരിക്കുമ്പോൾ, മനസ്സ് തളർന്നിരിക്കുമ്പോൾ, വാടി മ്ലാനവതരായിരിക്കുമ്പോൾ, ഈ വേദഭാഗങ്ങളെല്ലാം വായിക്കുമ്പോഴേക്കും നമ്മുടെ മനസ്സിൽ ക്ഷീണം മാറും, മുഖത്തെ വാട്ടം മാറും, ഹൃദയത്തിൽ നല്ല ഉന്മേഷം നമുക്ക് പുതു ചൈതന്യമായി ലഭിക്കുന്നത് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ വേദപുസ്തകം വായിക്കുന്നത് ഒരിക്കലും നിർത്തരുത്. നിങ്ങൾ ഈ തനിയെ ഇരുന്ന് നിങ്ങളുടെ പ്രഭാത പ്രാർത്ഥനയിൽ സന്ധ്യാനമസ്കാരത്തിന് വേദപുസ്തകം വായിക്കുന്നുണ്ട്, നല്ലത്, വേണം. അതല്ലാതെ തന്നെത്താൻ ഇരുന്ന് വേദപുസ്തകം വായിച്ച് ധ്യാനിക്കുന്നത് വലിയ ശക്തിയായിരിക്കും. എത്ര ജോലി തിരക്കുള്ള ആളും ഏറ്റവും ജോലി തിരക്കുള്ള ആളും ഈ ബൈബിൾ വായിക്കാൻ സമയം കണ്ടെത്താറുണ്ട്, നല്ല ആത്മീയത ബോധമുള്ളവർ. ഞാൻ ഇതെടുത്ത് പറയുന്നതിന് കാരണം എനിക്ക് ബാല്യം മുതൽ തന്നെ വേദപുസ്തകം ഒരു വലിയ ആവേശമായിരുന്നു. വേദപുസ്തകത്തിൽ അന്നൊക്കെ കൊച്ചുകുട്ടിയായിരുന്ന കാലത്ത് 3, 4 പഠിക്കുന്ന കാലത്ത് ഞാൻ ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ അബ്രഹാമിൻ്റെ കഥ, ഇസാക്കിൻ്റെ കഥ, യാക്കോബിൻ്റെ കഥ, യാക്കോബും ഏശാവും തമ്മിലുള്ള നീരസത്തിൻ്റെ കഥ, ഇതെല്ലാം വായിച്ച് ഞാൻ ഉൾപ്പുളകം കൊണ്ടിട്ടുണ്ട്. അപ്പൻ യാക്കോബിനെയാണ് അനുഗ്രഹിച്ചതെന്ന് കണ്ട് ഏശാവ് കരയുന്ന ഭാഗമൊക്കെ വായിച്ചിട്ട് ഞാൻ കരഞ്ഞിട്ടുണ്ട്. കഷ്ടം, ഏശാവിന് അനുഗ്രഹം കിട്ടിയില്ല, എനിക്ക് ഒരു അനുഗ്രഹം വെച്ചിട്ടില്ലേ അപ്പാ എന്ന് പറഞ്ഞ് ഏശാവ് കരയുന്നതെല്ലാം അത്ര കൊച്ചുകുട്ടിയായിരുന്ന കാലത്ത് തന്നെ എനിക്കത് വായിച്ച് ഞാനതിൽ ലയിക്കാറുണ്ട്. ഞാൻ പറയാൻ കാരണം അത് നിങ്ങളുടെ ജീവിതത്തിൽ എന്നും വേദപുസ്തകം വായിക്കുന്നത് ശീലമാക്കിയെടുക്കണം. വേദപുസ്തകം വായിക്കുമ്പോൾ അതിലെ വാക്കുകളുടെ അകത്തുള്ള ആന്തരാർത്ഥം, അകത്തെ അർത്ഥം നിങ്ങൾ ഗ്രഹിക്കുകയും അത് ഉൾക്കൊള്ളുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ മനസ്സിലേക്കത് ജീവനായും ആശ്വാസമായും പകർന്നു വരുന്നത്. ഹൃദയത്തിലേക്ക് വലിയൊരു ശാന്തി പകർന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. നിങ്ങൾ പഠിക്കണം, വായിക്കണം, വേദപുസ്തകം വായിക്കണം, വേദപുസ്തകം പഠിക്കണം. എനിക്ക് തോന്നുന്നു ഈ ഒരു 17-ാമത്തെ വയസ്സിലാണ് ഞാൻ മാനസാന്തരപ്പെട്ടത്, എന്ന് വെച്ചാൽ ജീവിതം കർത്താവിന് സമർപ്പിച്ചത്. പക്ഷേ ഞാൻ 18, 19, 20 വയസ്സുകളിലൊക്കെ ആ കാലങ്ങളിലൊക്കെ ഞാൻ പ്രവചന ഗ്രന്ഥങ്ങൾ വായിച്ച് എന്താണ് പ്രവചനം, എന്താണ് ഇനി വരാൻ പോകുന്നത്, എന്താണ് മൂന്നലോകമായ യുദ്ധം എന്ന് പറയുന്നത് എന്നായിരിക്കും സംഭവിക്കുക, ഹർമുഖധ്വനി യുദ്ധം എന്താണ്, കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് എന്താണ്, എതിർ ക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ അന്ത്യക്രിസ്തുവിൻ്റെ വാഴ്ച എന്താണ്, സഹസ്രാബ്ദ വാഴ്ച എന്ന് പറയുന്നത് എന്താണ്, 1000 ആണ്ട് വാഴ്ച, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, കർത്താവിൻ്റെ പുനരാഗമനം, കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ്, ഇതൊക്കെ ഇങ്ങനെ പ്രവചനങ്ങളിൽ നിന്ന് പഠിച്ച് ഞാൻ ആനന്ദിച്ച് ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ജീവിതത്തിൽ ഈ വേദപുസ്തകം വായിക്കുന്നതും വേദപുസ്തകത്തിലെ വാക്യങ്ങൾ ധ്യാനിക്കുന്നതും നിങ്ങൾക്ക് ദൈനംദിന ജീവിതത്തിൽ ശക്തി തരുന്നത് മാത്രമല്ല, നിങ്ങൾക്ക് മുന്നോട്ടൊരു ഗതി തരികയും നിത്യതയെക്കുറിച്ചുള്ള ബോധം തരികയും, നിത്യത, മരണശേഷമുള്ള നിത്യത, ആ നിത്യത ക്രിസ്തുവിൻ്റെ കൂടെ കഴിയുവാനുള്ളതായ വാഞ്ചനങ്ങൾക്കുണ്ടാക്കുകയും ആ നിത്യത നരകത്തിലേക്ക് പോകരുത് എന്നുള്ളതായ നിർബന്ധങ്ങൾക്ക് വരികയും ചെയ്ത് നിങ്ങൾ ദൈവീക മനുഷ്യരായി തീരും. അതാണ് ഞാനിതെല്ലാം പറയുന്നതിന് ഉദ്ദേശം, എൻ്റെ മനസ്സിൽ ഹൃദയത്തിൽ നിലനിൽക്കുന്നതായ ആഗ്രഹം. വേദപുസ്തകത്തിലെ കഥാപുസ്തകങ്ങളിൽ എസ്തേറിൻ്റെ പുസ്തകവും രൂത്തിൻ്റെ പുസ്തകവും അത് നോവലുകളാണെന്ന് പറഞ്ഞല്ലോ. ഈ ഉത്തമഗീതം എന്ന പുസ്തകം ശലോമോൻ രാജാവ് എഴുതിയ 3ാമത്തെ പുസ്തകമാണ്. ശലോമോൻ രാജാവ് എഴുതിയ 1ാമത്തെ പുസ്തകം സദൃശവാക്യം, 2ാമത്തെ പുസ്തകം സഭാപ്രസംഗി, 3ാമത്തെ പുസ്തകം ഉത്തമഗീതം. സദൃശവാക്യങ്ങൾ ശരീരത്തെ കുറിക്കുന്നത്,
സഭാപ്രസംഗി ബുദ്ധി അല്ലെങ്കിൽ ചിന്തയെ കുറിക്കുന്നത്, വിചാരത്തെ കുറിക്കുന്നത്, മനസ്സിനെ കുറിക്കുന്നത്. ഉത്തമഗീതം ആത്മാവിനെ കുറിക്കുന്നത്. അങ്ങനെ മനസ്സിലാക്കിയില്ലെങ്കിൽ ഉത്തമഗീതം വായിച്ചു പോകുമ്പോൾ നമുക്ക് എന്താണ് ഇതെങ്ങനെ വേദപുസ്തകം ഇങ്ങനെ എഴുതിയിരിക്കുന്നത് നമുക്ക് തോന്നിപ്പോകും. നമുക്ക് പലതും മനസ്സിലാക്കാതെ വരുന്നുണ്ട്. നേരെ മറിച്ച് ആത്മാവിനെക്കുറിച്ചുള്ള ആഴങ്ങളെ കുറിക്കുന്നതായ പുസ്തകമാണ് ഉത്തമഗീതം. നമ്മുടെ ദേവാലയത്തിൽ പ്രാകാരമുണ്ട്, വിശുദ്ധ സ്ഥലമുണ്ട്, അതിവിശുദ്ധ സ്ഥലമുണ്ട്. അതിൽ പ്രാകാരം സദൃശവാക്യം, വിശുദ്ധ സ്ഥലം സഭാപ്രസംഗി, അതിവിശുദ്ധ സ്ഥലം അല്ലെങ്കിൽ മത്ബഹ, അതിവിശുദ്ധ സ്ഥലം അത് ഉത്തമഗീതം. ഈ രീതിയിൽ നാം മനസ്സിലാക്കുമ്പോഴാണ് ഏറ്റവും മികച്ച ഒരു ആധ്യാത്മിക ഗ്രന്ഥമാണ് ഉത്തമഗീതം എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഈ പുസ്തകത്തിൽ നാം കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ ചിന്തിച്ചത് മുള്ളുകളുടെ ഇടയിൽ താമര പോലെ കന്യമാരുടെ ഇടയിൽ എൻ്റെ പ്രിയ ഇരിക്കുന്നു. പ്രിയൻ എന്ന് പറയുന്നത് അത് ഇവിടെ എൻ്റെ പ്രിയ എന്ന് പറയുന്നത് രണ്ടും കഥാപരമായിട്ട് കഥയുടെ പേരിൽ പറയുകയാണെങ്കിൽ രണ്ട് വ്യക്തികളാണ്. ഈ ശലോമിയും ഈ ഇടയനും തമ്മിൽ ബാല്യത്തിൽ തന്നെ ഒരു ഉഭയസമ്മതം ചെയ്തിരുന്നു, ഉടമ്പടി ചെയ്തിരുന്നു. ഞാൻ എക്കാലത്തും നിൻ്റെ വകയാണ് എന്ന് ഇടയൻ അവളോട് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ എക്കാലത്തും ഞാൻ നിൻ്റെ സ്വന്തമാണ് എന്ന് ശലോമിയും പറഞ്ഞിരുന്നു. ഇത് ആ ആശയം ഞാൻ കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഏതാണ്ട് മനസ്സിലായി കാണും. ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധത്തെയാണ് കുറിക്കുന്നത്. ക്രിസ്തു സഭയോട് പറയുന്നു, ഞാൻ നിൻ്റേത്, ഞാൻ നിൻ്റെ സ്വത്ത്, ഞാൻ നിൻ്റെ സ്വന്തം. സഭ ക്രിസ്തുവോട് പറയുന്നു, ഞാൻ നിൻ്റേത്, നീ എൻ്റെ സ്വത്ത്, ഞാൻ നിൻ്റെ സ്വത്ത്, നീ എൻ്റെ സ്വന്തം, ഞാൻ നിൻ്റെ സ്വന്തം. അങ്ങനെ പരസ്പരമുള്ള വ്യക്തമായൊരു ചിത്രം, വ്യക്തമായൊരു തീരുമാനം നാം അതിൽ കാണുകയാണ്. ഇത് പറഞ്ഞു വരുമ്പോൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞോട്ടെ, നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിനോടുള്ളതായ സ്നേഹബന്ധമാണ് ക്രിസ്തീയ ജീവിതം. മറ്റേ കുറേ തത്വങ്ങൾ പഠിക്കുന്നതോ വേദപുസ്തകം പഠിക്കുന്നതോ കുറേ വേദവാക്യങ്ങൾ കാണാതെ പഠിക്കുന്നതോ കുറേ നേരം പ്രാർത്ഥിച്ചിരിക്കുന്നതോ ഇതൊന്നുമല്ല ക്രിസ്തീയ ജീവിതം. ക്രിസ്തീയ ജീവിതം ക്രിസ്തു എന്ന ഒരു സജീവ വ്യക്തിത്വത്തോടുള്ള സ്നേഹബന്ധമാണ്. സ്നേഹം, ക്രിസ്തുവിനുള്ളതായ സ്നേഹം. നമ്മൾ ആരെയാണ് സ്നേഹിക്കുന്നത്? നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ നാം സ്നേഹിക്കും, നമ്മൾ മക്കളെ നാം സ്നേഹിക്കും, മക്കളെ സ്നേഹിക്കും, ഭാര്യയെ സ്നേഹിക്കും, ഭർത്താവിനെ സ്നേഹിക്കും. അത് സ്നേഹമാണ്, കളങ്കമില്ലാത്ത സ്നേഹമാണ്. അങ്ങനെ അത് നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ അങ്ങനെ ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്നത് പോലെ, ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നത് പോലെ ക്രിസ്തു സഭയെ സ്നേഹിക്കുന്നു, സഭ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു. നാം ഓരോരുത്തരും ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു. സ്നേഹമാണ് അടിസ്ഥാനം. ആത്മീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനം സ്നേഹം തന്നെ. നമ്മുടെ ജീവിതത്തിൽ നാം ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവരായി തീരുമെങ്കിൽ നമുക്ക് വിശ്വാസികളായി തീരാം. ക്രിസ്തുവിനെ സ്നേഹിക്കുക. എങ്ങനെ സ്നേഹിക്കും? സ്നേഹിക്കാൻ കാരണം നമുക്ക് നന്ദിയുണ്ട്. അതുകൊണ്ട് നന്ദിയുണ്ട്. ക്രിസ്തു നമുക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് തിരിച്ചറിയുമ്പോൾ നമുക്ക് നന്ദി വരും. ഒരു കാരണവശാലും സ്വർഗത്തിൽ എത്തിച്ചേരാൻ സാധ്യമല്ലാത്ത എനിക്ക് സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴി കർത്താവ് തുറന്നു തന്നിരിക്കുന്നു എന്നുള്ളതാണ് ക്രിസ്തുവിനുള്ളതായ സ്നേഹത്തിൻ്റെ അടിസ്ഥാനം. ഒരു കാരണവശാലും പാപത്തിന് ശമ്പളമായ മരണം വാഴുന്ന ഞാൻ നിത്യ അന്ധകാരത്തിലേക്ക് പോകേണ്ടവനായിരുന്നിട്ടും ക്രിസ്തു എന്നെ അന്ധകാരത്തിലേക്ക് വിടാതെ, നിത്യമായ നരകത്തിയിലേക്ക് വിടാതെ, ക്രിസ്തു എന്നെ സ്നേഹോഷ്മളമായ സന്തോഷ സമന്വിതമായ സ്വർഗ സൗഭാഗ്യത്തിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതായ തിരിച്ചറിവാണ് ആ സ്നേഹത്തിൻ്റെ അടിസ്ഥാനം. ഓർക്കണം, നാം എന്തെല്ലാം പഠിച്ചാലും ക്രിസ്തുവിനുള്ളതായ സ്നേഹമില്ലെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം വ്യർത്ഥമാണ്. യേശുക്രിസ്തു വ്യക്തിയുള്ളതായ സ്നേഹമാണ്, വ്യക്തിയോട് നേരിട്ടുള്ളതായ സ്നേഹമാണ്. ആ സ്നേഹമില്ലാതെ പ്രാർത്ഥനകൾ നടത്താം, പ്രാർത്ഥിക്കാം. ആ സ്നേഹമില്ലാതെ വേദപുസ്തകം വായിക്കാം, ആ സ്നേഹമില്ലാതെ പ്രസംഗിക്കാം. ക്രിസ്തുവിനുള്ളതായ സ്നേഹം എനിക്ക് വരുന്നുണ്ടോ എങ്ങനെ അറിയാം? എൻ്റെ ഹൃദയത്തിൽ ക്രിസ്തുവിനുള്ള നന്ദി വരുന്നുണ്ടോ എന്ന്. ക്രിസ്തുവിനുള്ള നന്ദിയുണ്ട് എന്നെങ്ങനെ അറിയാം? അവൻ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് തിരിച്ചറിയുമ്പോൾ, എനിക്ക് വേണ്ടി യേശുക്രിസ്തു എന്ത് ചെയ്തു എന്ന് തിരിച്ചറിയുമ്പോൾ. ഞാൻ എന്നും എൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ പ്രാർത്ഥിച്ച് ചിന്തിക്കാറുണ്ട്, കർത്താവേ, അവിടുന്ന് എൻ്റെ ജീവിതത്തിൽ എന്താണ് ചെയ്തിരിക്കുന്നതെന്ന്
തിരിച്ചറിയാനുള്ള സുബോധം എനിക്ക് നിലനിർത്തി തരണമേ എന്ന്. ക്രിസ്തു എൻ്റെ ജീവിതത്തിൽ ചെയ്തത് എന്താണ് എന്ന് തിരിച്ചറിയാനുള്ള സുബോധം. എൻ്റെ ജീവിതത്തിൽ ക്രിസ്തു എന്താണ് ചെയ്തത് അത് ഞാൻ തിരിച്ചറിയുമ്പോൾ നന്ദി ഉള്ളതിൽ വരും. നന്ദി വരുമ്പോൾ സ്നേഹം വരും. നന്ദിയും സ്നേഹവും തുടിക്കുമ്പോൾ സ്തുതി വരും. അതാണ് സ്തുതി. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തു എനിക്ക് എന്ത് ചെയ്തു എന്ന് തിരിച്ചറിഞ്ഞ് ക്രിസ്തുവിനുള്ള നന്ദി വരുമ്പോൾ, ആ നന്ദിയും സ്നേഹവും എന്നിൽ ഉറഞ്ഞു കൂടുമ്പോൾ അപ്പോൾ വരുന്നതാണ് സ്തുതി. ആ സ്തുതിയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആയുധം, സ്തുതി. അങ്ങനെ അന്തരാത്മാവിലുള്ള സ്തുതി നമുക്ക് ലഭിക്കുമ്പോൾ അതാണ് സ്തോത്രമെന്നോ ഹല്ലേലൂയ എന്നോ പ്രൈസ് ദി ലോർഡ് എന്നോ പറയുന്ന വാക്കുകൾ ഇതുമാകട്ടെ, സ്തുതി. ആ സ്തുതി നമുക്ക് ലഭിക്കുമ്പോൾ അപ്പോഴാണ് നാം കർത്താവുമായി ബന്ധം വരുന്നത്. നമുക്ക് ആന്തരികമായ സ്തുതി വരുന്നില്ലെങ്കിൽ കർത്താവുമായി ബന്ധമില്ല. കർത്താവുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ നമുക്കൊരു സ്തുതി ലഭിക്കും. സ്തുതി അത് ഇന്ന സഭയിലാകുമെന്നില്ല, ഇന്ന സമുദായത്തിലാകാവുന്നില്ല, പള്ളിയിൽ പോയപ്പോൾ മാത്രമാണെന്നില്ല, അത് പ്രാർത്ഥനയ്ക്കുമ്പോൾ മാത്രമെന്നല്ല, എപ്പോഴും സ്തുതി. അതുകൊണ്ടാണ് പിതാക്കന്മാർ പറഞ്ഞത്, സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും സദാ നേരവും ഇടപെടാതെ കരയേറ്റുവാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. നാം ചുണ്ട് ചലിപ്പിച്ച് ശബ്ദം അനക്കി നാം സ്തുതിക്കുന്നില്ലെങ്കിൽ പോലും നമ്മുടെ ഹൃദയം സ്തുതിച്ചുകൊണ്ടിരിക്കണം. നാം ഉറങ്ങിക്കിടക്കുമ്പോൾ പോലും നമ്മുടെ ആന്തരാത്മാവ് സ്തുതിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെയുള്ള ആ അനുഭവത്തിലിരിക്കുമ്പോൾ ദുസ്വപ്നങ്ങൾ കാണുകയില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ നാം കിടന്നുറങ്ങുമ്പോൾ ആരോ നമ്മളെ എടുത്ത് മുകളിലോട്ട് എറിയുന്ന പോലെ നമുക്ക് തോന്നുന്നു, പേടിച്ച് കരയുന്നു, ഉച്ചത്തിൽ അട്ടഹസിക്കുന്നതല്ല, ഒരു ആന കൊല്ലാൻ വരുന്നു, അല്ലെങ്കിൽ പാമ്പ് കടിക്കാൻ വരുന്നു, അല്ലെങ്കിൽ നമ്മുടെ വീടിങ്ങനെ ഉടഞ്ഞ് തകർന്നു പോകുന്നതായിട്ട് കാണുന്നു. ഇങ്ങനെ സ്വപ്നങ്ങൾ പലതും കാണും, ദുസ്വപ്നങ്ങൾ. ഈ ദുസ്വപ്നങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ വരുന്നത് അകത്ത് പൈശാചിക ശക്തിക്ക് ഇടമുള്ളതുകൊണ്ടാണ്, സാത്താൻ ഇടമുള്ളതുകൊണ്ടാണ്. നമ്മുടെ ജീവിതം ക്രിസ്തുവിനുള്ളതായ സ്നേഹത്തിൻ്റെ സ്തുതിയിൽ നിറഞ്ഞു നിൽക്കുന്നുവെങ്കിൽ പിന്നെ ദുസ്വപ്നങ്ങൾ വരികയില്ല. പിന്നെ നാം കാണുന്നത് കർത്താൻ രണ്ടാമത്തെ ഒരു സ്വപ്നം കണ്ടെന്ന് വരും, അല്ലെങ്കിൽ അനേകം ദൈവമക്കൾ കൂടി ഇരുന്ന് പ്രാർത്ഥിക്കുന്നതും പാട്ട് പാടുന്നതും വചനം പറയുന്നതും സ്വപ്നം കണ്ടെന്ന് വരും. അങ്ങനെ ആത്മീയമായ സ്വപ്നങ്ങളായിരിക്കും. ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ എന്ന് വേദപുസ്തകം പറയും. ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ. സ്തുതിക്കുന്നത് നേരിലുള്ളവർക്ക് ഉചിതമാണ്, ഉചിതമായ കാര്യമാണ് സ്തുതി. സ്തുതിക്കുന്നത് നേരിലുള്ളവർക്ക് ഉചിതമല്ലോ. ജീവനുള്ളവനൊക്കെ യഹോവയെ സ്തുതിക്കട്ടെ. കർത്താവേ, ഇതിന് നാമത്തെ സ്തോത്രം ചെയ്യേണ്ടതിന് എൻ്റെ ആത്മാവിനെ കാരാഗ്രഹത്തിൽ നിന്ന് പുറപ്പെടുവിക്കണമേ. ജയിലിലിരുന്നാൽ സ്തോത്രമില്ല, പിശാചിൻ്റെ ജയിലറിയിൽ കിടന്ന സ്തോത്രമില്ല, പിശാചിൻ ജയിലറിയിൽ കിടന്നാൽ സ്തുതിയില്ല. സ്തുതി നമുക്ക് ലഭിക്കുന്നു. ഈ സ്തുതി നമ്മുടെ ജീവിതത്തിൽ നിരന്തരം നിൽക്കണം. അപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഇപ്പോൾ വരേണ്ടത് ഒരേ ഒരു കാര്യമാണ്, ജീവിതത്തിൽ സ്തുതിയുള്ളവരായി തീരുക. എല്ലാറ്റിനും വേണ്ടി സ്തുതിക്കുക, എപ്പോഴും സന്തോഷിപ്പീൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവേഷ്ടം. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 16, 17, 18 വാക്യങ്ങൾ. എപ്പോഴും സന്തോഷിപ്പീൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവേഷ്ടം. എപ്പോഴും സന്തോഷിക്കണമെങ്കിൽ എങ്ങനെ സന്തോഷിക്കും? ഇവിടെ ദുഃഖമുള്ള ഈ ലോകത്ത്, ദുരിതമുള്ള ഈ ലോകത്ത്, രോഗമുള്ള ഈ ലോകത്ത്, വേദനയുള്ള ഈ ലോകത്ത്, കടഭാരങ്ങളുള്ള ലോകത്ത്, ഞെരുക്കങ്ങളുള്ള ലോകത്ത്, മറ്റുള്ളവരുടെ ശത്രുത്വമുള്ള ലോകത്ത് എങ്ങനെ സന്തോഷിക്കാൻ പറ്റും? ഇതെല്ലാം ഉണ്ടെങ്കിലും ഞാൻ ഇന്ന് കടന്നുപോയാൽ ദൈവരാജ്യത്തിൽ എത്തുമെന്നുള്ളതായി ഉറപ്പ് കിട്ടിയാൽ സന്തോഷിക്കാം. അതാണ് സന്തോഷം. ഇന്ന് ഞാൻ കടന്നുപോയാൽ ഞാൻ ദൈവരാജ്യത്തിൽ എത്തും. കാരണം എനിക്ക് യേശുക്രിസ്തുവുമായിട്ട് ബന്ധമുണ്ട്, ദൈവരാജ്യവുമായി ഞാൻ ബന്ധപ്പെട്ടിരിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ദൈവരാജ്യം കർത്താവ് എനിക്ക് ദാനമായി തന്നിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളിരിക്കണമെന്നാണ് കർത്താവ് പറഞ്ഞത്. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു, ഞാൻ നിങ്ങൾക്ക് ഭവനം പണിയാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളിരിക്കേണ്ടതിന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്ത്, ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. കർത്താവ് ഇരിക്കുന്നിടത്ത് നമ്മൾ ഇരുത്തും. ഈ ഒരു ബോധത്തിൽ നിന്നാണ് ക്രിസ്തീയ ജീവിതത്തിൽ സ്തുതി തുടങ്ങുന്നത്. ആ സ്തുതിയിലാണ് ആരാധന, സ്തുതിയാണ് ആരാധന. ഈ കുർബാന അനുഗ്രഹങ്ങളും സമാധാനവും ബലിയും സ്തോത്രവുമാകുന്നു. അതാണ് ബലി, അതാണ് വിശുദ്ധ കുർബാന, അതാണ് സ്തോത്രം. അങ്ങനെ നിരന്തരം ദൈവവുമായി ബന്ധപ്പെട്ടു പോകാനുള്ളതായ അഭിവാഞ്ചയും ദാഹവും നമുക്ക് ഉണ്ടാകുമ്പോഴാണ് നാം വാസ്തവ ക്രിസ്ത്യാനികളായിത്തീരുന്നത്. ഇന്ന് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന അനേകം ആളുകളുണ്ട്, പക്ഷേ എല്ലാം നോമിനൽ ക്രിസ്ത്യൻസ്, എല്ലാം നാമധേയ ക്രിസ്ത്യാനികൾ, പേരിന് മാത്രം. പേരിന് ക്രിസ്ത്യാനിയാണ്, SSLC ബുക്കിൽ റിലിജിയൻ ക്രിസ്ത്യൻ എഴുതും. പക്ഷേ ഈ വിദ്യാർത്ഥിയുടെ പേര് എഴുതിയിട്ട് റിലിജിയൻ ക്രിസ്ത്യൻ എന്ന് എഴുതുമ്പോൾ ഹെഡ് മാസ്റ്റർ അല്ലെങ്കിൽ പ്രിൻസിപ്പലോ ആരാണെങ്കിലും
അവർക്ക് അതൊന്നും ചിന്താ വിഷയമല്ല. അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്, അതുകൊണ്ട് എഴുതുന്നത് മാത്രം. നേരെ മറിച്ച് നമ്മുടെ പേര് സ്വർഗത്തിൽ എഴുതണം. സ്വർഗത്തിൽ ജീവൻ്റെ പുസ്തകത്തിൽ പേര് വരണം. സ്വർഗത്തിൽ പേര് കിട്ടുക. സ്വർഗത്തിൽ നാം പരിചിതരാകുക. സ്വർഗത്തിലെ മാലാഖമാർക്ക് നാം പരിചയപ്പെട്ടവരായി തീരുക. നമ്മുടെ ജീവിതത്തിൽ പാപം വരുമ്പോൾ നമ്മെ പാപത്തിൽ നിന്ന് രക്ഷിക്കാനും വിടുവിക്കാനും വരുന്ന മാലാഖമാർ നമ്മെക്കുറിച്ച് സംസാരിക്കുന്നു. സ്വർഗത്തിൽ നാം പ്രസിദ്ധരാണ്. സ്തോത്രം. എന്താണ് പറഞ്ഞത്? അവിടെ നാം പ്രസിദ്ധരാണ്. അവിടെ മാലാഖമാർക്കെല്ലാം നമ്മെ പരിചയമാണ്. എന്തുകൊണ്ട്? ക്രിസ്തുവിൻ്റെ രക്തത്തിൽ നാം വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു. നാം അവിടെ അറിവുള്ളവരാണ്. നമുക്ക് ഒരിക്കലും കണ്ടുപരിചയമില്ലാത്ത വിശുദ്ധന്മാരുണ്ട് അവിടെ, കണ്ടുപരിചയമില്ല. പക്ഷേ അവർക്കും നമ്മൾ പരിചയമാണ്. ആത്മലോകം. ആത്മലോകത്ത് നിന്ന് ചെല്ലുമ്പോൾ നാം അത്ഭുതപ്പെട്ടു പോകും. ഒരു കോഴിക്കുഞ്ഞ് മുട്ടയ്ക്കകത്ത് നിന്ന് പുറത്തു വരുമ്പോൾ പുറം ലോകം കാണുമ്പോൾ അതിശയിക്കുന്നു പറഞ്ഞതുപോലെ, അതുവരെയും കോഴിക്കുഞ്ഞിൻ്റെ വീട് മുട്ടയ്ക്കകമാണ്. ചെറിയ തൊണ്ടിനകം, മുട്ടത്തോടിനകത്ത് ഇരിക്കുന്ന കോഴിക്കുഞ്ഞ്. ആ കോഴിക്കുഞ്ഞ് പുറത്തു വരുമ്പോൾ വിശാലമായ ലോകം കാണുകയാണ്. വിശാലമായ ലോകം, നോക്കിയാൽ നോക്കത്താത്ത ലോകം എന്നതുപോലെ നാം ഒരു വിശാലമായ ലോകത്തേക്ക് പ്രവേശിക്കുന്നു. സ്തോത്രം. വിശാലമായ ലോകം, അത് തേജോമയമായ ലോകമാണ്. തേജസ്സിൻ്റെ ലോകമാണ്. അത് മഹത്വപൂർണ്ണമായ ലോകമാണ്. അവിടെ പകലെന്നില്ല രാവെന്നില്ല, എപ്പോഴും പ്രകാശമായിരിക്കും, നിത്യപ്രകാശം. അവിടെ കുഞ്ഞാൻ്റെ ദീപം കത്തിക്കൊണ്ടിരിക്കും. രാജാധിരാജനായ ക്രിസ്തുവിൻ്റെ വെളിച്ചം കത്തിക്കൊണ്ടിരിക്കും. നിത്യപിതാവിൻ്റെ മഹത്വം കൊണ്ടോടെ പ്രശോഭിതമായിരിക്കും. അവിടെ പരിശുദ്ധാത്മാവിൻ്റെ തീജ്വാല ആളിപ്പടർന്നുകൊണ്ടിരിക്കും. അവിടെ സ്നേഹത്തിൻ്റെ വെളുക്കുന്ന രീതിയിലൂടെ വിശുദ്ധന്മാർ നടക്കുകയും ഉലാവുകയും ചെയ്തുകൊണ്ടിരിക്കും. അവിടെ മനോഹരമായ ഉത്തുംഗ സോപാനങ്ങൾ നമുക്ക് വേണ്ടി കരുതി വച്ചിരിക്കും. മണിമാളികകൾ നമുക്ക് വേണ്ടി കരുതി വച്ചിരിക്കും. ഇതെല്ലാം ഭാവനയല്ല, എല്ലാം വചനമാണ് ഈ പറയുന്നത്. അങ്ങനെയുള്ളൊരു നല്ല ഭാവിക്ക് വേണ്ടിയാണ് നാം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ മരണം കഴിഞ്ഞ് നിത്യജീവനിലേക്ക് പ്രവേശിക്കുന്നു. നിത്യജീവൻ സമൃദ്ധിയിലേക്ക് നാം കടന്നു ചെല്ലുന്നു. ഇവിടെയുള്ളതെല്ലാം വിടുന്നു. ഇവിടെയുള്ളതെല്ലാം സ്വപ്നം പോലെ തോന്നും. ഇന്ന് നമ്മുടെ സ്കൂളിൽ പഠിച്ചു, അല്ലെങ്കിൽ കോളേജിൽ പഠിച്ചു, അല്ലെങ്കിൽ ഒരു ഓഫീസിൽ ജോലി ചെയ്തു, എല്ലാം അങ്ങ് അപ്പുറം കടന്നു ചെല്ലുമ്പോൾ ഇതെല്ലാം ഒരു സ്വപ്നം പോലെ തോന്നും. തിരിച്ചു വരാത്ത സ്വപ്നം. നാം സ്വപ്നം കാണുന്ന പോലെ ഓർക്കും. അങ്ങനെ പണ്ട് ഭൂമിയിൽ അങ്ങനെ ഉണ്ടായിരുന്നു, ഏതാണ്ട് ചിലതിൽ ഓർമ്മ വരുന്നു. സ്വപ്നം പോലെ. ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മെ സ്നേഹത്തോടെ വിളിക്കുകയാണ്. നമ്മളെ ആരെയും കർത്താവ് ഒഴിവാക്കി നിർത്തിയിട്ടില്ല. ആരെയും. യേശുക്രിസ്തുവിന് സ്നേഹം ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് വരാൻ സാധിച്ചത്. യേശുക്രിസ്തു സ്നേഹം ആകർഷിച്ചതുകൊണ്ട് നിങ്ങൾ വന്നത്. നിങ്ങളറിഞ്ഞില്ല. നിങ്ങളാരെങ്കിലും നിങ്ങൾ വിളിച്ചു, നമുക്ക് പോകാമെന്ന് പറഞ്ഞു, യോഗത്തിന് പോകാമെന്ന് പറഞ്ഞു, വന്നു, ശരി. പക്ഷേ സത്യം എന്താണ്? സത്യത്തിൽ യേശുക്രിസ്തുവിൻ്റെ അഭൗമ സ്നേഹം നിങ്ങളെ ആകർഷിച്ച് വശീകരിച്ച് കൊണ്ടുവന്നിരിക്കുകയാണ്. എന്തിന്? ഈ നിത്യസത്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ. എന്തിന്? ഈ നിത്യസത്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾക്ക് ദൈവരാജ്യത്തിന് വേണ്ടി ഒരുങ്ങാൻ. അതിനുവേണ്ടി അനുദിനം നാം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അനുദിനം ഓരോ ദിവസം ചെല്ലുന്തോറും നാം സ്വർഗത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം കഴിയുന്തോറും നാം നിത്യതയോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം കഴിയുന്തോറും നാം നിത്യരാജ്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ എഴുന്നേറ്റരായി നാം ഇപ്പോൾ ഇനി ആ ദിവസം കഴിഞ്ഞ്, ഇന്നലെ പോയ ദിവസം ഇന്ന് ഇനി ഇല്ല, തീർന്നു, കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. ഇനിതാ അടുത്ത മണിക്കൂർ അങ്ങനെ നാം നിത്യയോട് ഓരോ ചുവട് അടുത്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ മരണത്തോട് ഓരോ ചുവട് അടുത്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനോട് ഓരോ ചുവട് അടുത്തുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം പരമാർത്ഥമാണ്. അത് നിങ്ങൾക്കറിയാം. നാം ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലം ക്ഷണികമായൊരു കാലം. ഈ ഉള്ള കാലം നാം കർത്താവിന് വേണ്ടി നമ്മുടെ ജീവിതം സമർപ്പിച്ച് നിത്യജീവൻ്റെ ഉറപ്പ് സമ്പാദിച്ചില്ലെങ്കിൽ നിർഭാഗ്യശാലികളായിരിക്കും. നിർഭാഗ്യം. കർത്താവിന് വേണ്ടി ജീവിതം വിട്ടുകൊടുത്ത് ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലം ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കുന്നതിനായി തീർന്നില്ലെങ്കിൽ തീരാ നഷ്ടം. പിന്നെ തിരുത്താനൊക്കെയില്ല. പിന്നെ ബാക്കിയൊന്നും മെനഞ്ഞെടുക്കാനൊക്കെയില്ല. നന്നായിട്ട് ഒന്നുകൂടി ജീവിക്കാൻ വേറൊരു ആയുസില്ല. ഈ ഒരു ആയുസേ ഉള്ളൂ, ഒറ്റയ്ക്കൊരായുസ്. ഞാൻ പറയാറുള്ളൊരു വാക്യമുണ്ടല്ലോ, നിങ്ങൾക്കറിയാമോ? ജസ്റ്റ് വൺ ലൈഫ്. സിറ്റി സ്റ്റഡ് പറഞ്ഞതാണ്, ജസ്റ്റ് വൺ ലൈഫ്, ഇറ്റ് വിൽ സൂൺ ബി പാസ്റ്റ്. എത്ര വേഗം തീർന്നു പോകും. ജസ്റ്റ് വൺ ലൈഫ്, ഇറ്റ് വിൽ സൂൺ ബി പാസ്റ്റ്. ദാറ്റ് ഇറ്റ് ഇസ് ഡൺ ഫോർ ക്രൈസ്റ്റ് അലോൺ വിൽ ലാസ്റ്റ്. ക്രിസ്തുവിന് വേണ്ടി ചെയ്യുന്നത് മാത്രം നിലനിൽക്കും. ക്രിസ്തുവിന് വേണ്ടി നിങ്ങൾ ചെയ്യുന്നത് അത് മാത്രമേ നിലനിൽക്കുകയുള്ളൂ. നമ്മുടെ കപ്പ നട്ടു, അല്ലെങ്കിൽ പാടത്ത് കൃഷി ചെയ്തു, നമ്മൾ വീട് പണിതു, അല്ലെങ്കിൽ ജോലി ചെയ്തു, നമുക്ക് ഒരു കാര്യങ്ങൾ ചെയ്തു, ബിസിനസ് ചെയ്തു, പല കാര്യങ്ങൾ ചെയ്തു, എല്ലാം ചൗക്കുഴി തീരും. ക്രിസ്തുവിന് വേണ്ടി എന്തെങ്കിലും ചെയ്തെങ്കിൽ അത് മാത്രം നിലനിൽക്കും. അതുകൊണ്ട് നാം ഈ കാര്യങ്ങൾ ഗ്രഹിച്ച് നാം ക്രിസ്തുവിനുള്ളവരായി തീരുക, ക്രിസ്തുവിനായി ജീവിതം വേർതിരിക്കുക. സ്തോത്രം.
പ്രാർത്ഥിക്കുകയോ പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ കാര്യങ്ങളിലേക്ക് നിങ്ങൾ കൊടുക്കൂ. യേശു ഇതാ നിങ്ങളുടെ തൊട്ടടുത്ത് വന്നിട്ടുണ്ട്. അവൻ ദൂരെ നിൽക്കുകയല്ല, അവൻ അടുത്ത് വന്നിരിക്കുകയാണ്. അവൻ നിങ്ങളുടെ സമീപത്തിൽ നിന്നുകൊണ്ട് നിങ്ങളോട് കെഞ്ചി പറയുകയാണ്, എൻ്റെ മോളെ നിൻ്റെ ഹൃദയം എനിക്ക് തരിക, എൻ്റെ മോനെ നിൻ്റെ ഹൃദയം എനിക്ക് തരിക. ഞാൻ നിനക്ക് വേണ്ടി ചോദിച്ച രക്തത്തിൻ്റെ വില നീ അറിയുന്നുണ്ടോ? എൻ്റെ രക്തം ചിന്തിയത് നിൻ്റെ പാപത്തിന് മോചനത്തിനാണ് നീ അറിയുന്നുണ്ടോ? എൻ്റെ കുറ്റമില്ലാത്ത രക്തം ചിന്തിയത് നിൻ്റെ കുറ്റങ്ങൾ മോചിക്കാനാണ് നിനക്കറിയാമോ? ഹല്ലേലൂയ. കർത്താവ് പറയുന്നു, നിൻ്റെ പാപങ്ങളെല്ലാം എൻ്റെ രക്തത്തിൽ മുഴുവൻ കഴുകിത്തരാമെന്ന് കർത്താവ് പറയുന്നു. എൻ്റെ രക്തം കഴുകുന്ന രക്തമാണ്, എൻ്റെ രക്തം ശുദ്ധീകരിക്കുന്ന രക്തമാണ്, എൻ്റെ രക്തം വീണ്ടെടുക്കുന്ന രക്തമാണ്, എൻ്റെ രക്തം ആത്മനിറവ് തരുന്ന രക്തമാണ്. ഹല്ലേലൂയ. യേശുവിൻ്റെ രക്തത്തിൽ മക്കളെ നിങ്ങൾ ആശ്രയിക്കുക, യേശുവിനെ വിളിക്കുക. കർത്താവേ, എന്നെ വിട്ട് കടന്നു പോകല്ലേ, എന്നെ വിട്ട് മാറി കടന്നു പോകല്ലേ, എന്നോട് മനസ്സലിയണമേ. ജീവനുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ, അവിടുത്തെ തിരുസാന്നിധ്യം ഞങ്ങൾക്ക് ദാനമായി തന്നതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവേ, തീയായി അവിടെ ഞങ്ങളുടെ മധ്യത്തിലുള്ളതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ജീവിപ്പിക്കുന്ന ആത്മാവേ, മരിച്ചവർ ജീവിപ്പിക്കുന്ന സ്നേഹം ഞങ്ങളുടെ മധ്യത്തിൽ കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം. എൻ്റെ കർത്താവേ, പുതിയ സമർപ്പണത്തിലേക്ക് ഓരോരുത്തരെയും കൊണ്ടുവരുന്നതിനായി സ്തോത്രം. എല്ലാവരെയും വാഴ്ത്തണമേ, അനുഗ്രഹിക്കണമേ, വിശുദ്ധീകരിക്കണമേ. എൻ്റെ പ്രിയൻ്റെ രണ്ടാമത്തെ വരയിൽ പറന്നു വരുന്ന വിശുദ്ധന്മാരുടെ നിരയിൽപ്പാൻ എല്ലാവരെയും യോഗ്യരാക്കി തീർക്കണമേ. കർത്താവേ, അടിയങ്ങളെ വിശുദ്ധീകരിച്ച് അനുഗ്രഹിക്കണമേ. യേശുവിൻ നാമത്തിൽ യാചിക്കുന്നത് കേൾക്കണം പിതാവേ. ആമീൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം.